ഒരു ദിവസം വർഷ വീട്ടിലേക്ക് കയറി വരുവാണ് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ്. വന്ന ഉടനെ തന്നെ എല്ലാവരെയും കൂവി വിളിക്കുന്നുണ്ട്. വർഷയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആദ്യം പുറത്തേക്ക് വരുന്നത് നമ്മുടെ രവിയും അതുപോലെ ചന്ദ്രമതിയും കൂടിയാണ്. എന്തു പറ്റി വർഷേ, എന്താണ് കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും വരട്ടെ, എന്നതിന് ശേഷം ഞാൻ പറയാ എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത്. അപ്പോഴേക്കും വർഷയുടെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് ശ്രീകാന്തും അതുപോലെ തന്നെ സച്ചിയും രേവതിയും എല്ലാവരും വരുന്നുണ്ട്. സാധാരണയായിട്ട് ഞാനാണ് ഇവിടെ ഒച്ചയെടുത്തിട്ട് സംസാരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഞാൻ വിളിച്ചു കൂട്ടാറ്. ഇന്ന് വർഷേ, നിനക്ക് എന്ത് കാര്യമാണ് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. പറയാ സച്ചേട്ടാ, എല്ലാവരും ആദ്യം വരട്ടെ, ഇനിയും രണ്ടുപേരെ കാണാനില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര്, ശ്രുതിയും ശ്രുതിയും ആണെന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്നുണ്ട്. അതെ, അവർ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞാലേ ഇതിന് ഒരു പൊലിപ്പ് ഉണ്ടാവുള്ളൂ. എന്താ വർഷേ, നീ വന്നത് മുതൽ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോഴേക്കും ശ്രുതിയും കൂടി പുറത്തുനിന്ന് വരുന്നുണ്ട്. അവർ രണ്ടുപേരും വന്നിട്ട് തലകുനിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ വർഷയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും നിങ്ങളുടെ ഭർത്താവിന് മാത്രമാണ് ഒരു ബുദ്ധിയില്ലാത്ത എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാറുള്ളൂ. ഇപ്പോൾ നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടോ? വർഷ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ വർഷ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതും ദേഷ്യത്തിലാണ് കേട്ടോ ചോദിക്കുന്നത്. തുടർന്ന് ചന്ദ്രയും ചോദിക്കുന്നത്, വർഷേ, നീ വന്നത് മുതൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നടുവീട്ടിൽ നിന്നുകൊണ്ട് എന്റെ മകനെ നീ കുറ്റപ്പെടുത്തുവാണോ? നീ എന്തിനാ ശ്രുതിയെ പൊട്ടൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചന്ദ്രപതി ചോദിക്കുമ്പോഴേക്കും, പിന്നെ നിങ്ങളുടെ മകനെ എന്താണ് ആന്റി വിളിക്കേണ്ടത്? ആദ്യം 50 ലക്ഷം രൂപ അങ്കിളിന്റെ എടുത്തോണ്ട് പോയി, അത് വേറൊരു പെണ്ണ് ഇവനെ പറ്റിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീട് വാങ്ങുക എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് വീണ്ടും കുറെ പൈസ പോയി, ബിസിനസ്സിൽ വൻ നഷ്ടം വന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ മകനെ പിന്നെ വെറും പൊട്ടൻ എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? വീട്ടിന്റെ മുമ്പിൽ വലിയ ബോർഡ് തൂക്കിയിട്ടൊന്നും കാര്യമൊന്നും. ഇത്രയും പഠിപ്പൊക്കെ പഠിച്ചിട്ടും നിങ്ങളുടെ മകന് ഇച്ചിരിയെങ്കിലും അറിവുണ്ടോ? അങ്ങനെ കുറച്ചെങ്കിലും അറിവുണ്ടെന്നുള്ള കാര്യം ആന്റിക്ക് തോന്നുന്നുണ്ടോ? ആന്റിയുടെ മനസ്സ് തൊട്ട് പറ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും, നീ എന്തിനാ വർഷേ ഇപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, വർഷേ, നിനക്ക് എന്താ പറ്റിയത്, കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ, ശ്രീകാന്ത്, ഈ വീടിന്റെ മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ശരിക്കും നിന്റെയും അതുപോലെ സജിയേട്ടനെയും ബോർഡായിരുന്നു വെക്കേണ്ടത്. ഒരുപാട് ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയാണ്. തുടർന്ന് ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ശ്രുതിയെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന്. അതെ, എന്തിനാ എന്നെ നാണം കെടുത്തുന്നത്? വർഷേ, നിന്റെ അമ്മയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് കടയിൽ നിന്ന് സാധനങ്ങളുടെ പൈസ പേ ചെയ്യാതെ സാധനങ്ങൾ എടുത്തോണ്ട് പോയത്. എന്റെ അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഒരു കടയിൽ പോയിട്ടും അമ്മ ഇതുവരെ ഒരു സാധനത്തിന് പോലും പൈസ കൊടുക്കാതെ വാങ്ങിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അമ്മ സാധനം അതുപോലെ തന്നെ എടുത്തോണ്ട് പോയിട്ടുണ്ടാവുക. എന്റെ അമ്മയെ കുറിച്ചിട്ട് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വർഷ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇത് നോക്ക് വർഷേ, ഞാൻ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കടം വാങ്ങിയിട്ടില്ല. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ എന്നുള്ള കാര്യമൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ശ്രുതി 2 ലക്ഷം രൂപ വർഷയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ശ്രുതിക്ക് അറിയില്ല. അല്ലെങ്കിലും ഇത്രയും വലിയ ഷോറൂം വെച്ചിരിക്കുന്ന ഞാൻ എന്തിനാ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും, അത് തന്നെയാണ് ഇപ്പോൾ ഒരാവശ്യമില്ലാതെ എന്റെ അമ്മയെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം വേറെയാണ്. അത് തന്നെയാണല്ലോ വർഷയും ഞങ്ങളും ചോദിക്കുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ നീ കാര്യം പറയുന്ന സച്ചിയും പറയുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക്. തുടർന്ന് വർഷ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തിനാണ് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്ക് ശ്രുതി ചേച്ചി പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അവിടെ നീതു എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ റെസ്റ്റോറന്റിന്റെ ഓണറാണ്. ഞാൻ അതുവഴി പോയപ്പോൾ എനിക്ക് വിശന്നു, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ നിങ്ങൾ റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രം ചെയ്യണം. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം എല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയാണെങ്കിൽ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. വർഷയുടെ അമ്മ മഹിമയുണ്ടല്ലോ, മഹിമ അവിടെ ശ്രീകാന്തും അതുപോലെ തന്നെ ആ പെണ്ണും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, ശ്രീകാന്തിന് അങ്ങോട്ടുണ്ടെന്നല്ല, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പെണ്ണ് എന്തൊക്കെയാ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഏർപ്പാടാക്കിയ ആളുടെ അടുത്ത വീഡിയോ ആണ് കേട്ടോ അവിടെ എല്ലാവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ശ്രുതി അവരുമായിട്ട് സംസാരിക്കുകയാണ്. ആദ്യം നോർമലി സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. പിന്നീട് നീതുവിന്റെ മനസ്സിൽ ശ്രീകാന്തിനുള്ള സ്ഥാനം എന്താണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുവാണേ. അവിടെയുള്ള ആ നീതു പറയുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർഷ പുതിയതായിട്ട് റെസ്റ്റോറന്റ് ആരംഭിച്ചിട്ടുണ്ട്. ആ റെസ്റ്റോറന്റിലേക്ക് ഒരിക്കലും ശ്രീകാന്ത് പോകരുതെന്ന് കരുതിയിട്ട് എന്നേക്കുമായിട്ട് അവളുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തുറന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നീതുവിന്റെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വർഷയെ കുറിച്ചിട്ട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും ചേർന്നിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും ഇപ്പോഴും എപ്പോഴും അവർ നോക്കിയാൽ അടി തന്നെയാണ്. ശ്രീകാന്തിന്
ഒരിക്കലും മനസമാധാനം കിട്ടാത്ത ഒരു ജീവിതമാണ് വർഷയുമായിട്ടുള്ളത്. അവർ രണ്ടുപേരും സന്തോഷമായിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. അവർക്കിടയിൽ എപ്പോഴും പ്രശ്നമാണ്. എപ്പോ വേണമെങ്കിലും അവർക്കിടയിലുള്ള ഡിവോഴ്സ് നടത്താം. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഒരു തവണ വർഷയാണെന്നുണ്ടെങ്കിൽ വക്കീലിനെ വരെ പോയി കണ്ടു. ഇത് കേട്ട നീതു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ശ്രീകാന്തിനെ പോലത്തെ ഒരു പയ്യനെ ഭർത്താവായി കിട്ടുക എന്നുള്ള കാര്യം പറയുന്നത് ഭയങ്കര ഭാഗ്യം ചെയ്യണം. എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നല്ല രീതിയിൽ അവനെ നോക്കിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് അതുപോലത്തെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് സങ്കടപ്പെടുന്നുണ്ട്. അതിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? വർഷ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ശ്രീകാന്തിനെ ഡിവോഴ്സ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. അങ്ങനെ വർഷ ശ്രീകാന്തിന്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവനെ സ്നേഹിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നൂടെ? അങ്ങനെയാകുമ്പോൾ ശ്രീകാന്തിന്റെ ലൈഫ് രക്ഷപ്പെടും, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യും. ഇത് കേട്ട നീതു ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു മനസ്സിലൊരു ലെഡ് പൊട്ടിയതുപോലെയാണ് കേട്ടോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ലൈഫും ഓക്കെ ആവുമല്ലോ എന്നുള്ള കാര്യം അവളും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് എന്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരിക്കലും അവന്റെ ലൈഫിൽ നിന്ന് പുറത്തു വിടില്ല. ഇപ്പൊ ഓൾറെഡി വർഷം ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് അവൻ പോയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ അവന്റെ ലൈഫിൽ നിന്നും കൂടി അവൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ആ ഭാഗത്തേക്ക് പോലും പോകില്ല. ഇപ്പൊ എന്തായാലും ശ്രീകാന്ത് എനിക്ക് സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ശ്രീകാന്തിനെ എന്നേക്കുമായിട്ട് എന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റാൻ എനിക്ക് വലിയ പണിയൊന്നുമില്ല. എന്തായാലും വർഷ പുതിയ റെസ്റ്റോറന്റ് ആരംഭിച്ചതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് പോവില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോവില്ല എന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും അവൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോവില്ല. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകാന്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന കുമാർ എന്ന് പറയുന്ന ആളെ ഞാൻ ആ റെസ്റ്റോറന്റിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അയച്ചത്. ഈ ഷെഫിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് നമ്മുടെ ശ്രീകാന്ത് ഒരിക്കലും അങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള സത്യമൊക്കെ ശ്രുതിയുടെ അടുത്ത് ആ നീതു തുറന്ന് പറയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം അവിടെ വീട്ടിലുള്ള എല്ലാവരും കേൾക്കുമല്ലേ. അത് കേട്ടിട്ട് ആകെ എല്ലാവരും അമ്പരന്നിങ്ങനെ നിൽക്കുവാണേ. തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല വർഷേ നിനക്ക് എവിടുന്നാണ് ഈ വീഡിയോ കിട്ടിയ എന്നുള്ള കാര്യം. ഇത് എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത ഏർപ്പാട് കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയത്. അമ്മ അറിയുന്ന ഒരാള് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവരിൽ നിന്നാണ് എനിക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയെന്നുള്ള കാര്യം കൂടി വർഷ പറയുന്നുണ്ട്. എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് അയച്ചിരിക്കുന്ന ആ ഷെഫിനെ ഉപയോഗിച്ചിട്ട് എൻ്റെ മനസ്സ് കീഴടക്കുകയും എന്നെയും അവനെയും വെച്ചിട്ട് പുതിയ കഥയൊക്കെ ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ റെസ്റ്റോറൻറ്റ് ചീത്തപ്പേരുണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ ഇപ്പോഴത്തെ ആ മാഡം ഇവിടെ അയച്ച എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. ഈ നീതു ഏത് തരത്തിലുള്ള ഒരാളാണെന്നുള്ള കാര്യം എന്റെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരാളെ ഏർപ്പെടുത്തിയത്. അത് എന്തായാലും എനിക്കൊരു ഉപകാരമായിട്ട് തീർന്നു. ശ്രീകാന്തെ, നീ പറയടാ, ഞാൻ അത്രയ്ക്ക് നിന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താ വർഷം നീ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ ശ്രീകാന്ത്. നികുന്ന ശ്രുതി ചേച്ചിയല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ അത്രയ്ക്കും ടോർച്ചർ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ. ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പെണ്ണുമായിട്ട് ലിവിങ് ടുഗെദറിൽ ജീവിച്ച ആളല്ലേ. അതുപോലെ തന്നെ ശ്രീകാന്തിനും എന്തെങ്കിലും ചീത്തപ്പേര് വരുത്തണമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് വർഷ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പണിയൊക്കെ ഒപ്പിച്ചെന്നുള്ള കാര്യം കൂടി പറഞ്ഞു എന്ന് വർഷ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തിനാണ് വർഷ ഇങ്ങനെയൊക്കെ ഇവള് ചെയ്തതെന്നുള്ള കാര്യം ചന്ദ്രയും അതുപോലെ തന്നെ രവിയും ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മയിൽ നിന്നും 2 ലക്ഷം രൂപ ശ്രുതി ചേച്ചി കടം മേടിക്കുകയും ആ പൈസ തിരിച്ചു ചോദിച്ച സമയത്ത് കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരുടെ കടയിൽ ചെന്നിട്ട് അമ്മയുടെ പണത്തിന് മൂല്യമുള്ള സാധനങ്ങൾ അവിടുന്ന് എടുത്തോണ്ട് വന്നത്. ഇപ്പൊ പണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരികെ തരാത്തത് കൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് തിരിച്ചു വിട്ടാൽ മാത്രമേ ഇവർ രക്ഷപ്പെടൂ എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പണി ഒപ്പിച്ചത്. എനിക്കും ശ്രീകാന്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ പണത്തെക്കുറിച്ച് ആരും ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി ചേച്ചി ഇങ്ങനൊരു പണി ചെയ്തത്. ഇപ്പോ നിങ്ങൾ ചെയ്ത പണി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാതിരിക്കും എന്നുള്ള കാര്യം ശ്രുതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വർഷ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ശ്രുതിയെ നന്നായിട്ട് കണക്കിന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതിയെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രവി തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത് ഇവളെ അടിക്കേണ്ടെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവൾ ചെയ്ത തെറ്റ് തന്നെയാണ്. അത് മാത്രമല്ല നീയും ഇതിനൊരു കാരണക്കാരിയാണ്. നിന്റെ ഈ പണത്തിന്റെ മോഹമാണ് ശ്രുതിയെ ഇതുവരെ കൊണ്ട് എത്തിച്ചത് എന്ന് കരുതിയിട്ട് ഒരാളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ അവളെ നോക്കിയത്. അവളെ ചുമ്മാ വിടാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് അത് ഒരിക്കലും ഞാൻ തെറ്റല്ല എന്നുള്ള കാര്യം പറയില്ല. അത് കഴിഞ്ഞ് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മോശപ്പെടുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും മാറി മാറി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശ്രുതി എന്നിട്ട് 2 പേരെടുത്തും മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മാപ്പ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ മാനസികമായിട്ട് വിഷമമൊക്കെ മാറുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി.
ശ്രീകാന്ത് എന്റെ റെസ്റ്റോറന്റിലേക്ക് ഉടനെ തന്നെ വരും. നീതുവിന്റെ സ്വഭാവം എന്താണെന്നുള്ള കാര്യം ശ്രീകാന്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സഹായമായി. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുതെ വിടുവാണ്. തുടർന്ന് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇനിയും നീതുവിന്റെ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇനി നീ പറഞ്ഞാലും ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല എന്നുള്ള കാര്യമാണ് ശ്രീകാന്ത് പറയുന്നത്. ഇനിയും ശ്രുതി ചേച്ചിയോ മറ്റാരെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലേക്ക് ഏതെങ്കിലും വിധത്തിൽ കുറുകെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തരുന്ന ശിക്ഷ ഇതായിരിക്കില്ല. ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വർഷ. അങ്ങനെ അവിടുന്ന് പോകാനാണ് ചെയ്യുന്നത്.